everyone, welcome to Success Academy's YouTube channel. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2023 ജനുവരി 17ന് ചോദിച്ചിട്ടുള്ള GD എക്സാമിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, Akhil, Sahil and Amit can do a certain work in 64 days, while Akhil and Sahil can do the same work in 80 days. Then in how many days can Amit do the same work? അഖിലിനും സാഹിലിനും അമിത്തിനും ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണം? 64 ദിവസം വേണം. ഇതിൽ അഖിലിനും സാഹിലിനും മാത്രമായിട്ട് എത്ര ദിവസമാണ്? 80 ഡേയ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അമിത്തിന് മാത്രം ഒറ്റയ്ക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡേയ്സ് വേണം? ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഇവരുടെ 3 പേരുടെയും നമ്പർ ഓഫ് ഡേയ്സ് എഴുതുക. അഖിൽ, സാഹിൽ ആൻഡ് അമിത്. ഇവർക്ക് 3 പേർക്കും കൂടി എത്ര ദിവസമാണ്? 64. ഇനി അടുത്തത് അഖിലും സാഹിലും. അഖിലും സാഹിലും മാത്രം 80 ദിവസം. ഇനി എന്ത് ചെയ്യുക? 64ൻ്റെയും 80യുടെയും LCM എടുക്കുക. അത് ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുക. എത്രയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ LCM? 320 ആണ്. 64 × 5 ആണ് 320. 80 × 4 ആണ് 520. അഖിലും സാഹിലും അമിത്തിൻ്റെ ഇതിപ്പോൾ എന്താണ്? എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ് കിട്ടിയേക്കുന്നത് 5ഉം 4ഉം. അഖിലിൻ്റെയും സാഹിലിൻ്റെയും അമിത്തിൻ്റെയും കൂടിയിട്ട് 5. അഖിലിൻ്റെയും സാഹിലിൻ്റെയും മാത്രം 4. അപ്പോൾ അടുത്ത ആളാരാണ്? അമിത്. അമിത്തിൻ്റെ എത്ര വരും? ടോട്ടൽ എഫിഷ്യൻസിന്ന് ആരുടെ മൈനസ് ചെയ്താൽ മതി? അഖിലിൻ്റെയും സാഹിലിൻ്റെയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അമിത്തിൻ്റെ എഫിഷ്യൻസി ആയില്ലേ? ടോട്ടൽ 5 ആണ്. ഇവർ രണ്ടുപേരും മാത്രം 4 ആണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് അമിത് എത്ര വന്നു? 1 വന്നു. നമ്പർ ഓഫ് ഡേയ്സ് എങ്ങനെ കാണണം? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ്. ടോട്ടൽ വർക്ക് 320 ആണ്. 320 ബൈ എത്രയാണ്? 1. 320 ബൈ 1 എത്രയാണ്? 320. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, ആഫ്റ്റർ എ സർട്ടൻ ടൈം പീരീഡ് എ സം ഓഫ് rupees 24,000 ഇൻവെസ്റ്റഡ് ഇൻ എ ബാങ്ക് വിൽ എമൗണ്ട് ടു rupees 26,460 when the compound rate of interest is 5% per annum being compounded annually. In how many months will it amount to rupees 26,460? 24,000 രൂപ 5% പലിശയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ എത്ര രൂപയായി? 24,460 രൂപയായെങ്കിൽ ഇത് എത്ര മാസം കൊണ്ടാണ് ഇത്രയും പൈസ ആയത്? കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? എമൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + R/100 റേസ് ടു T ആണ്. എമൗണ്ട് എ എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. അതായത് ടോട്ടൽ എത്രയാണോ ആവുന്നത്? 26,460 ആണ് നമ്മുടെ എമൗണ്ട്. പ്രിൻസിപ്പൽ എത്രയാണ് നമ്മൾ കടം വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതാണ് പ്രിൻസിപ്പൽ 24,000 രൂപ. റേറ്റ് എത്രയാണ്? 5%. നമ്പർ ഓഫ് ഇയേഴ്സ് T, അതാണ് നമുക്ക് കാണേണ്ടത്. പിന്നെ താഴേക്കുണ്ടെന്നതിൽ എന്ത് വരും? 26,460 ഡിവൈഡഡ് ബൈ 24,000 ഈക്വൽ ടു 1 + R/100. ഈ 50/100 എത്രയാണ്? 5/100 എത്രയാണ്? 5/100 1/20 ആണ്. 1/20 + 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 21/20. 21/20 റേസ് ടു T, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ N. 0യും കട്ട് ചെയ്തു. ഇനി ഈ ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? LHSനെയും 21/20യുടെ പവേഴ്സ് ആക്കി എഴുതണം. അപ്പോൾ എങ്ങനെ ഇതിനെ നമുക്ക് 20യുടെ പവർ ആക്കാൻ നോക്കാം. 4,600നെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 400 ആണ് കിട്ടുന്നത്. 400 എന്ന് പറയുന്നത് 20ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ മുകളിലും നമുക്ക് 6 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര വാല്യൂ വരുന്നത് നോക്കാം. താഴെ 400 വന്നു. ഇവിടെ 6 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4, 4, 1. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 21ൻ്റെയും 20യുടെ സ്ക്വയർ ആണ് അല്ലേ? 21/20 റേസ് ടു 2 ഈക്വൽ ടു 21/20 റേസ് ടു T. നമുക്കിതിൻ്റെ ബേസ് ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ പവറിൽ കിടക്കുന്ന വാല്യൂസിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയായി? 2 ആയി. 2 ഇയേഴ്സ് ആണെങ്കിൽ എത്ര മാസമാണ്? 24 months. ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് റെഡ്യൂസ്ഡ് ഫ്രം 15,750 to 14,490 because of the outbreak of COVID-19 pandemic. What is the percentage decrease in the population of that village? 15,750 പോപ്പുലേഷൻ, അത്രയും ആൾക്കാരുണ്ടായിരുന്നതിൽ നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? 14,490 ആയിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് കാണേണ്ടത്. ഇങ്ങനെ പെർസെൻറ്റേജ് ഡിക്രീസ് കാണാം. പെർസെൻറ്റേജ് ഡിക്രീസ് ഈക്വൽ ടു എത്രയാണോ ഡിക്രീസ്
ഡിക്രീസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ ഡിക്രീസ് പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ ഡിക്രീസ് എത്ര വരും? 10,750 മൈനസ് 14,490. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരിക? 1,260 ഡിവൈഡഡ് ബൈ 15,750 ഇൻറ്റു 100. ഇനി 100നെയും 15,750നെയും 25 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 വന്നു, ഇവിടെ എത്ര വന്നു? 6, 3, 0. 0യും കട്ട് ചെയ്തു. 63 ഇൻറ്റു 2, 63നെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 126 കിട്ടുക. ഇവിടെ 2 ആയി. 2 ഇൻറ്റു 4 എത്രയാണ്? 8. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 2. അപ്പോൾ 8% ഡിക്രീസാണ് ഈ ഒരു വില്ലേജിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത ദിവസത്തിലേക്ക് പോവാം. The present population of a city is 92,61,000. If it has been increasing at the rate of 5% per annum, find its population 3 years ago. ഒരു സിറ്റിയിലെ പ്രസൻറ്റ് പോപ്പുലേഷൻ 92,61,000 ആണ്. ഇത് 5% വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുന്നേ ഈ ഒരു സിറ്റിയിൽ എത്രയായിരുന്നു പോപ്പുലേഷൻ? എങ്ങനെ കാണാം? 5%നെ ഫ്രാക്ഷനാക്കി എഴുതുക. 5%നെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/20 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനീഷ്യലി ഉണ്ടായ വാല്യൂവിനെ എന്തെടുക്കുക? ഡിനോമിനേറ്റർ കിടക്കുന്ന വാല്യൂ എടുക്കുക. അപ്പോൾ 20 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ ഇനീഷ്യലി ഉള്ള വാല്യൂ 20 ആണ്. ഇനി നമ്മുടെ അടുത്ത് 5% വെച്ചിട്ട് ഇൻക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമായിരുന്നു? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ 20 + 1 21. ഇതെത്രയാണ്? ഇപ്പോൾ ഉള്ള വാല്യൂ പ്രസൻറ്റ്. ഇത് 1 വർഷം. ഇതുപോലെ എത്ര വർഷമുണ്ട്? 3 വർഷം. അപ്പോൾ 20 21 ആയി, വീണ്ടും 20 21 ആയി. അപ്പോൾ ഇപ്പോഴത്തേത് എത്ര വന്നു? 21ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 9,261 ഇവിടെയാണെങ്കിലോ 8,000. അപ്പോൾ ഇപ്പോഴത്തെ വാല്യൂ ആണ് നമുക്ക് ശരിക്കും തന്നേക്കുന്ന വാല്യൂ ആണ് എത്ര? 92,61,000 ആളുകൾ. അപ്പോൾ നമുക്ക് റേഷ്യോ വെച്ച് കിട്ടിയേക്കുന്നത് 9,261. ഇതാണ് 92,61,000. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? കട്ട് ചെയ്ത് പോയി 1000 വന്നു. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുന്നത്തെ എത്രയായിരുന്നു? 8,000. 8,000 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ? അടുത്തത് HCF ഓഫ് 2 numbers is 24 and their LCM is 2,400. If one of the number is 180, then the other number is. 2 സംഖ്യകളുടെ LCM HCF വന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 24 2,400. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ 180 ആണ്, മറ്റേ നമ്പർ കാണുക. എങ്ങനെ ചെയ്യാം? നമ്പർ പ്രൊഡക്റ്റ് ഓഫ് 2 numbers is equal to അവരുടെ LCMൻ്റെയും HCFൻ്റെയും പ്രോഡക്റ്റ്. നമുക്ക് എന്താ? ആദ്യത്തെ നമ്പർ അറിയില്ല, അത് എക്സ് എന്നിട്ടു. മറ്റേ നമ്പർ വന്നിട്ടുണ്ട് 180 ഈക്വൽ ടു 24 ഇൻറ്റു 2,400. ഈ നമ്പർ കാണാൻ എന്ത് ചെയ്യുക? 0യും കട്ട് ചെയ്തു. നമ്മൾ 6 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 തവണ, ഇവിടെ എത്ര തവണ വരും? 4. എഗെയിൻ 3 ഇൻറ്റു 80 ആണ് 240. അപ്പോൾ എല്ലാം ക്യാൻസലായി. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 4 ഇൻറ്റു 80. 4 ഇൻറ്റു 80 320. അപ്പോൾ ആദ്യത്തെ വാല്യൂ അല്ലെങ്കിൽ അവർ തരാത്ത സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 320. അടുത്തത് ദ റേഷ്യോ ഓഫ് money with Jack and John is 7:13 and that with John and Jonas is 9:11. If Jack has rupees 6,300, then how much money does Jonas have? 3 പേരുടെ കാര്യമാണ്. ഇപ്പോൾ 2 പേര് വെച്ചിട്ടാണ് നമുക്ക് റേഷ്യോ നോക്കുന്നത്. ജാക്കിൻ്റെയും ജോണിൻ്റെയും 7:13 ജോണിൻ്റെയും ജോനാസിൻ്റെയും 9:11 അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് ജോനസിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നാണ്. ജാക്കിൻ്റെ കയ്യിലുള്ള ആക്ച്വൽ മണിയുടെ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന ആളുകളുടെ പേര് എഴുതുക. ജാക്ക്, ജോൺ, ജോനസ്. ഇനി ജാക്കിൻ്റെയും ജോണിൻ്റെയും 7:13 റേഷ്യോ. അടുത്തത് ജോണിൻ്റെയും ജോനസിൻ്റെയും. ഇതെന്ത് ചെയ്യുക? 9:11 അടുത്ത ലൈനിൽ എഴുതുക. 9:11 അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെയിം ലൈനിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ജോനസിൻ്റെ ഫസ്റ്റ് ലൈനിൽ ജോനസിൻ്റെ പോർഷൻ വേക്കൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇതേ ലൈനിലുള്ള തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? 13 ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക. ഇവിടെയാണെങ്കിൽ ഏതാണ് അടുത്ത്? 9 ആണ്. 9 എടുത്തെഴുതുക. ഇപ്പോൾ എത്ര വന്നു? 63 വന്നു. ജോനസിൻ്റെ മാത്രം കണ്ടാൽ മതി. ജോനസിൻ്റെ 13 ഇൻറ്റു 11 എന്ന് പറയുന്നത് 143 ആണ്.
ഇനി ജാക്കിൻ്റെ ശരിക്കും എത്ര രൂപയുള്ളത് 6300. നമുക്കിവിടെ എത്ര കിട്ടിയത് 63. 63 യൂണിറ്റാണ് എന്ത് 6300. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി 100 ആയി. അങ്ങനെയാണെങ്കിൽ 143 യൂണിറ്റ് എത്രയാണ് 143 ഇൻറ്റു 100. അപ്പോൾ ആൻസർ എത്ര വരും 14300 രൂപ. ഇത്രയും രൂപയാണ് ആരുടെ കയ്യിലുള്ളത് ജോനസിൻ്റെ കയ്യിലുള്ളത്. അടുത്തത് നേരത്തെ പറഞ്ഞ പോലത്തെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താൽ മതി റേഷ്യോ മാത്രം എടുത്താൽ മതി. എൻ്റെയും ബീൻ്റെയും റേഷ്യോ വന്നിട്ടുണ്ട് 4:6, ബീൻ്റെയും സിൻ്റെയും 10:11, സിൻ്റെയും എൻ്റെയും റേഷ്യോ ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എയും ബിയും സിയും എഴുതുക. A:B 4:6, B:C 10:11. ഇനി എന്ത് ചെയ്യണം വേക്കൻറ്റ് സ്പേസിൽ തൊട്ടടുത്ത് അതേ ലൈനിലുള്ള തൊട്ടടുത്ത വാല്യൂ എഴുതാം. ഇവിടെ 6 എഴുതും, ഇവിടെ 10 എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40, 60, 66. ത്രൂ ഔട്ട് 2 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എത്ര വരും 20, 30, 33. നമ്മളോട് ചോദിച്ചേക്കുന്നത് C:A ആണ്. അപ്പോൾ ആദ്യം സിൻ്റെ എഴുതുക. 33:A എത്രയാണ് A:20. അപ്പോൾ 33:20 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓപ്ഷൻ നമ്പർ 1. അടുത്തത് A is twice as efficient as B and takes 45 days less than B to complete a job. Find the number of days in which they can finish the job together. A ബിനേക്കാളും എന്താണ് ട്വൈസ് എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ബി എടുക്കുന്ന ഡേയ്സിൻ്റെ 45 ദിവസം കുറച്ച് മതി ആർക്ക് എക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? അപ്പോൾ എങ്ങനെ ചെയ്യാം? എഫിഷ്യൻസി ഓഫ് എ ബൈ എഫിഷ്യൻസി ഓഫ് ബി എങ്ങനെ വരും? എ ആണ് ബിനേക്കാളും എഫിഷ്യൻറ്റ്. എത്ര? ട്വൈസ്. അപ്പോൾ 2/1 എന്നാണ് വരിക. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോയും അതേപോലെ നമ്പർ ഓഫ് ഡേയ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ്? നമ്മൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്ത് തീർക്കാം. അതേസമയം അത്ര എഫിഷ്യൻ്റ് അല്ല, പതിയെ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഡേയ്സ് എടുക്കും അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും. എഫിഷ്യൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ ഈ എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ 2:1 ആണെങ്കിൽ ഡേയ്സിൻ്റെ റേഷ്യോ എങ്ങനെ വരും? നേരെ തിരിച്ചു വരും, 1/2. ഇത് മനസ്സിലായില്ലേ? എ ആണ് കുറച്ച് ദിവസം എടുക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എക്ക് ബിനേക്കാൾ 45 ദിവസം കുറവ് മതി. നമ്മുടെ റേഷ്യോ അനുസരിച്ച് എത്ര ദിവസമാണ് കുറവ്? 1 ഡേ. അപ്പോൾ ഈ 1 ഡേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി 45 ഡേയ്സ് ആണ്. ഓക്കെ ആണല്ലോ? 45 ഡേയ്സ് ആണെങ്കിൽ എക്ക് എത്ര ദിവസം വേണം? എയുടേത് നമുക്ക് റേഷ്യോ വെച്ചിട്ടേക്കുന്നത് 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ എടുക്കുന്ന ആക്ച്വൽ ഡേയ്സ് എന്ന് പറയുന്നത് 45 ദിവസം. ബി ആണെങ്കിലോ 1 യൂണിറ്റ് 45, അങ്ങനെ 2 യൂണിറ്റ് 90 ഡേയ്സ്. ഇത്രയും ദിവസമാണ് ഇവർ രണ്ടുപേരും എടുക്കുന്നത്. ഇനി കാണേണ്ടത് രണ്ടുപേരും കൂടി ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ആരെങ്കിലും ഒരാളുടെ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുക, അവരുടെ എഫിഷ്യൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ 45 എയുടെ എടുക്കുന്നെങ്കിൽ എക്ക് 45 ദിവസം, എഫിഷ്യൻസി എത്രയാണ്? 2. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയായി? 45 × 2 ഡിവൈഡഡ് ബൈ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി എത്രയാണ്? 2 + 1 3. കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ 15 വന്നു. 15 × 2 30. 30 ദിവസമാണ് രണ്ടുപേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എടുക്കുന്നത്. ആദ്യം നമ്മൾ എഫിഷ്യൻസിയുടെ റേഷ്യോ എഴുതി, അത് നമുക്ക് 2:1 വന്നു. എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ. കാരണം എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്കിത് 1:2 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ തന്നേക്കുന്നുണ്ട് എ ബിനേക്കാൾ 45 ദിവസം കുറച്ച് അത്ര സമയം മതി എക്ക് കംപ്ലീറ്റ് ആക്കാൻ. നമ്മൾ എഴുതിയ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഇത്ര ഇവിടെ വന്നേക്കുന്നത് 1 യൂണിറ്റ് എന്നാണ്. അപ്പോൾ 1 യൂണിറ്റ് ആണ് 45. 1 യൂണിറ്റ് 45 ആണെങ്കിൽ 2 യൂണിറ്റ് 90 ആയിരിക്കും. എൻ്റെ ഡേയ്സ് അത് 1 തന്നെയാണ്, 45 ഡേയ്സ് തന്നെയാണ്. ഇനി ഡേയ്സ് ആണെങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസിയാണ് കാണേണ്ടത്. ടോട്ടൽ വർക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? ആരുടെയെങ്കിലും ഒരാളുടെ നമ്പർ ഓഫ് ഡേയ്സ് എടുക്കുക ഇൻറ്റു അവരുടെ എഫിഷ്യൻസി ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് 45 × 90, 45 × 2 90 എന്നാണ് കിട്ടുക. 90 ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? 2 + 1 ആണ്. 2 + 1 3. അപ്പോൾ 90/3 എന്ന് പറയുന്നത് 30. അടുത്തത് 3 solid cube of side 8 cm, 1 cm and 6 cm respectively are melted to form a new cube. Find the longest diagonal of the new cube. 3 ക്യൂബുകൾ 8 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമാണ് അതിൻ്റെ ഓരോ സൈഡ്സിൻ്റെയും നീളം. ഇത് മെൽറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ക്യൂബ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആ പുതിയ ക്യൂബിൻ്റെ ലോങ്ങസ്റ്റ് ഡയഗണലാണ് വയ്ക്കുന്നത്. ലോങ്ങസ്റ്റ് ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ
A√3 ആണ്. പക്ഷെ നമുക്കിതിൻ്റെ A അറിയാവോ? ഇല്ല. A കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യത്തെ ഡേറ്റ് തന്നേക്കുന്നത്. ഈ 3 ക്യൂബ് മെൽറ്റ് ചെയ്തിട്ട് അടുത്തൊരു ക്യൂബ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വോളിയം എങ്ങനെയാണ് കാണുന്നത്? വോളിയം ഇസ് ഈക്വൽ ടു A ക്യൂബാണ്. അപ്പോൾ ആദ്യത്തെ ക്യൂബിൻ്റെ, അതായത് 8 സെൻറ്റിമീറ്റർ വരുന്ന ക്യൂബിൻ്റെ വോളിയം എത്ര വരും? 8ൻ്റെ ക്യൂബ് എത്രയാണ്? 512 പ്ലസ് അടുത്തത് 1 ക്യൂബ് 1 തന്നെ 6 ക്യൂബ് 216 ആണ്, ഈക്വൽ ടു നമ്മളുണ്ടാക്കുന്ന വലിയ ക്യൂബിൻ്റെ വോളിയം. അപ്പോൾ 512 പ്ലസ് 1 പ്ലസ് 216 എത്രയാണ് വരിക? 729 അല്ലേ? ഈക്വൽ ടു A ക്യൂബ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാല്യൂ എത്ര വരും? 9. അപ്പോൾ A9 കിട്ടിക്കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ഡയഗണൽ 9√3 അല്ലേ? ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 4. ലോങ്ങസ്റ്റ് ഡയഗണൽ ഇസ് ഈക്വൽ ടു A ഇൻറ്റു അല്ലെങ്കിൽ 9 ഇൻറ്റു √3. ക്ലിയർ ആണല്ലോ? അടുത്തത്, an article marked at ₹2000 is sold with 2 successive discounts of 20% and 10%. Find the selling price. ഒരു ആർട്ടിക്കിളിൻ്റെ മാർക്ക്ഡ് പ്രൈസ് 2000 രൂപയാണ്. എന്നിട്ട് 2 ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത്. ഒന്ന് 10%ഉം മറ്റൊന്ന് 20%. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 20%ൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അങ്ങനെയാണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 4 വരും. 10%നെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/10 ആണ്. 1/10 ആണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് 10 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 9 വരും. അതെങ്ങനെയായിരുന്നു നമ്മൾ എടുക്കുന്നത്? നമ്മൾ ഫ്രാക്ഷനാക്കി എടുത്തതിന് ശേഷം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ കേസ് പറയുകയാണെങ്കിൽ എത്ര? 20%നെ നമ്മൾ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/5 എന്ന് കിട്ടും. 1/5 ആണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എന്താക്കി എടുത്താൽ മതി? ഡിനോമിനേറ്ററിലായിട്ടുള്ള 5 എടുക്കുക. അങ്ങനെയാണ് നമ്മൾ മാർക്ക്ഡ് പ്രൈസ് 5 എഴുതിയേക്കുന്നത്. ഇനി മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് എത്ര? 1. മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 5 ആണ്. 5 മൈനസ് SP ഇസ് ഈക്വൽ ടു 1. അങ്ങനെയെങ്കിൽ SP എത്ര വരും? 4 വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി ചെയ്യാണ്ട് പെട്ടെന്ന് എഴുതുന്നതാണ്. ഇങ്ങനെ ഫ്രാക്ഷനാക്കി എടുക്കുക, ഡിനോമിനേറ്ററിന് മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുക, ന്യൂമറേറ്റർ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ. 5 4 ഇവിടെയെങ്കിൽ 10 9. ഇത് മാർക്ക്ഡ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്. എത്ര വന്നു? 50 36. ഇനി ഈ 50 രൂപ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 50 എന്ന് പറയുന്ന യൂണിറ്റാണ് എത്ര? അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്ഡ് പ്രൈസ് 50 ആണ്. ശരിക്കും മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 2000. 50 ഈക്വൽ ടു 2000. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 0 കട്ട് ചെയ്തു, 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 40 വന്നു. 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 40. നമുക്ക് കാണേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ്, അതായത് 36 യൂണിറ്റ് ആണ്. അപ്പോൾ 36 ഇൻറ്റു 40 എത്രയാണ്? 144 1440. ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആയല്ലോ? അടുത്തത്, എ ഡീലർ ബൈസ് 50 chairs for ₹50,000 but 20 of them are damaged. He decides to sell each of the damaged chair at 3/4 of the selling price of normal chair. What should be the selling price of the normal chair that he may make profit of 35% on the whole transaction? ഒരാൾ 50 ചെയർ എത്ര രൂപയ്ക്ക് മേടിച്ചു? 50,000 രൂപയ്ക്ക് മേടിച്ചു. പക്ഷേ അതിൽ 20 എണ്ണം ഡാമേജ് ആയിപ്പോയി. അങ്ങനെ ഡാമേജ് വന്നുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ആ ഡാമേജ് ആയതിന് നോർമൽ ചെയറിൻ്റെ, അത് ഡാമേജ് ഒന്നും ഇല്ലാത്ത ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ 3/4 എന്ത് വിൽക്കുന്നത്? ഡാമേജ് ആയിട്ടുള്ള ചെയർ വിൽക്കുന്നത്. ഈ ഫുൾ ട്രാൻസാക്ഷനിൽ 35% ലാഭം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ, അതായത് ഡാമേജ് പറ്റാത്ത നോർമൽ ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് കാണേണ്ടത്. ഓക്കെ, പ്രോഫിറ്റ് 35% ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 135. അതിൻ്റെ ഇടയ്ക്കുള്ള 35 എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസാണ് എത്ര നേക്കുന്നത്? 50,000. അപ്പോൾ 100 യൂണിറ്റ് ആണ് 50,000. 100 യൂണിറ്റ് ആണ് 50,000. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണ്? 0 കട്ട് ചെയ്തു. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 500. ഇനി സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 135 യൂണിറ്റ് ആണ്. അപ്പോൾ 135 ഇൻറ്റു 500 എത്ര വരും? 67,500 സെല്ലിംഗ് പ്രൈസ്. എന്തിൻ്റെയൊക്കെ സെല്ലിംഗ് പ്രൈസ്? ഇത് ഹോൾ ട്രാൻസാക്ഷനിലെ സെല്ലിംഗ് പ്രൈസാണ്. ഫുൾ ട്രാൻസാക്ഷനിലാണ് 35% ലാഭം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെയൊക്കെ സെല്ലിംഗ് പ്രൈസാണ്? ഈ 50 എണ്ണത്തിൽ കേടായ 20 എണ്ണത്തിൻ്റെയും അല്ലാതെ കേടാവാത്ത നോർമലായിട്ടുള്ള ചെയർ 30 ഉണ്ട്, അതിൻ്റെയും കൂടി ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അല്ലേ ഈ 67,500. നമ്മുടെ നോർമൽ ചെയറിൻ്റെത് എക്സ് എടുത്തു കഴിഞ്ഞാൽ
ഡാമേജ്ഡ് ചെയറിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് നോർമൽ ചെയർ എക്സ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഡാമേജ്ഡ് ചെയർ എത്ര വരും? എക്സ് ഇൻറ്റു 3/4. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഇതിൻ്റെ 4x എടുക്കുകയാണെങ്കിൽ ഇത് 3x വരും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നോർമൽ എത്ര എണ്ണം ഉണ്ട്? 50 എണ്ണത്തിൽ നിന്ന് 20 എണ്ണം പോയി കഴിഞ്ഞാൽ നോർമലായിട്ടുള്ളത് 30 എണ്ണം. 30x പ്ലസ് എത്ര എണ്ണം കേടായി? 20 ഇൻറ്റു 3x/4. 4ഉം 20ഉം കട്ട് ചെയ്തു. 30 + 15 45x. ഇത് എന്താണ്? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചല്ലോ, 67,500. 67,500. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? 67,500 ഡിവൈഡ് ബൈ 45. എത്രയാണ് ആൻസർ? 1500. ഓപ്ഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അടുത്തത്, ആനന്ദ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 20 km at the speed of 40 km/h and he covers remaining distance at the speed of 5 km/h in 5 hours. What is the average speed of Anand for whole journey? ആനന്ദ് ആദ്യത്തെ ഒരു 20 കിലോമീറ്റർ 4 km/h രണ്ടാമത്തെ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, പക്ഷെ അത് 5 km/h 5 മണിക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡാണ് കാണേണ്ടത്. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം T1 + T2. ആദ്യത്തെ കേസിൽ ഡിസ്റ്റൻസ് നമുക്കറിയാം 20 ആണ്. രണ്ടാമത്തെ കേസിൽ ഡിസ്റ്റൻസ് അറിയില്ല, പക്ഷേ സ്പീഡും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ 5 × 5 25 ടോട്ടൽ ഡിസ്റ്റൻസ്. 20 ആദ്യത്തെ കേസിൽ + 25 ഡിവൈഡഡ് ബൈ ആദ്യത്തതിൻ്റെ ടൈം തന്നിട്ടുണ്ടോ? ടൈം തന്നിട്ടില്ല, പക്ഷേ ഡിസ്റ്റൻസും സ്പീഡും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസും സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ ടൈം കാണാൻ എന്ത് ചെയ്താൽ മതി? എസ് ഇങ്ങോട്ടേക്ക് വരും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 20/4 5 ആണ് ആദ്യത്തെ കേസിലെ സമയം. രണ്ടാമത്തെ കേസിലെ സമയം എത്ര തന്നെയാണ്? 5 തന്നെയാണ്. എത്ര വന്നു? 45/10. എത്രയാണ്? 4.5 km/h. ഏത് ഓപ്ഷൻ വരിക? ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ ആണല്ലോ? അടുത്തത്, എ മാൻസ് വീക്ക്ലി വേജ് വാസ് ₹1,200 but now he earns ₹1,800. What is the percentage increase in the man's wage? ഒരാളുടെ സാലറി 1200 നിന്ന് എത്രയായി? 1800 ആയി. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പെർസെൻറ്റേജ് ഡിക്രീസ് കണ്ടു. പെർസെൻറ്റേജ് ഇൻക്രീസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇസ് ഈക്വൽ ടു എത്രയാണോ കൂടിയത്, ഇൻക്രീസ് എത്രയാണോ വന്നത്, ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100. 1200 നിന്ന് 1800 ആയിക്കഴിഞ്ഞാൽ എത്ര കൂടി? 600 കൂടി. 600 ഡിവൈഡഡ് ബൈ 1200 ഇൻറ്റു 100. 0യും 0യും കട്ട് ചെയ്തു. 6ഉം 12ഉം കട്ട് ചെയ്തു. 100/2 എന്ന് പറഞ്ഞാൽ 50%. ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് A retailer announces a discount of 40% for selling a food processor marked at ₹86,000. The cost price of the food processor is 60% below the marked price. He offers a further discount of 10% if the buyer represents his membership card of the retailer's store. The profit of the retailer with the membership card scheme is what percentage of the profit of the retailer without the membership card scheme? ഒരു റീറ്റെയിലറിൻ്റെ കടയിൽ മാർക്ക്ഡ് പ്രൈസ് 86,000 രൂപയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും 40% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് വിൽക്കുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്ക് പ്രൈസിനേക്കാളും 60% കുറവാണ്. ഇതൊരു കേസ്. ഇത് കൂടാതെ ആ റീറ്റെയിലർ ആ ഒരു ഷോപ്പിൻ്റെ മെമ്പർഷിപ്പ് കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കുന്നവർക്ക് എന്ത് കിട്ടും? 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിലും റീറ്റെയിലറിന് ലാഭം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിലെ ലാഭം ആദ്യത്തെ കേസിൻ്റെ ലാഭം വെച്ച് നോക്കുമ്പോൾ എത്രയാണ് പെർസെൻറ്റേജ്? ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യാം? മാർക്ക്ഡ് പ്രൈസ് 100 ആയിട്ട് എടുക്കാം. നമുക്ക് പെർസെൻറ്റേജ് കാണുന്നതുകൊണ്ട് ഈ 86,000 വെച്ചിട്ട് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസോ കോസ്റ്റ് പ്രൈസോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് റേഷ്യോ കിട്ടിയാൽ മതി. മാർക്ക്ഡ് പ്രൈസ് 100 എടുത്തു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. നമുക്കിവിടെ എത്ര വരിക? 100 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 100. എത്രയാണത്? 60. 100 കട്ട് ചെയ്ത് പോയി 60 ആണ് വരിക. അപ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ആയി. ഇനി കോസ്റ്റ് പ്രൈസ് 40%
60% ബിലോ ആണ്. 100ൻ്റെ 60% എത്രയാണ്? 60 തന്നെയാണ്. അപ്പോൾ അതിനേക്കാൾ 60 കുറവെന്ന് പറയുമ്പോൾ എത്ര വന്നു? 40 ആണ്. 40 യൂണിറ്റ് ആണ് എന്ത് കോസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഇതൊരു കേസ്. പ്രോഫിറ്റ് എത്ര വന്നു? പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50% ആണ് ഈ ഒരു കേസിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ്. ഇനി സെക്കൻഡ് കേസിൽ മാർക്ക് പ്രൈസ് എത്ര തന്നെയാണ്? 100 ആണ്. കോസ്റ്റ് പ്രൈസിന് മാറ്റമില്ല, സെയിം ആർട്ടിക്കിളായതുകൊണ്ട് 40 ആണ്. ഇനി സെല്ലിംഗ് പ്രൈസ് കാണാൻ എന്ത് വേണം? മാർക്ക് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ബൈ 100. ഇവിടെ 2 ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഉള്ളുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് സക്സസീവ് A+B മൈനസ് AB ബൈ 100 വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള സിംഗിൾ ഡിസ്കൗണ്ട് കാണാം. അല്ലെങ്കിൽ MP എത്രയാണ്? 100 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 100 മൈനസ് 40 60 ഡിവൈഡ് ബൈ 100. എഗെയിൻ രണ്ടാമത്തെ ഡിസ്കൗണ്ടും കൂടി ഉണ്ടല്ലോ, 10%. 10% എന്ന് പറയുമ്പോൾ 100 മൈനസ് 10 100 മൈനസ് 10 90 ഡിവൈഡ് ബൈ 100. 0യും കട്ട് ചെയ്തു, ഇവിടെ 0 കട്ട് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 54 എന്ന് വന്നു. സെല്ലിംഗ് പ്രൈസ് 40 കോസ്റ്റ് പ്രൈസ് 40 സെല്ലിംഗ് പ്രൈസ് 54 ആണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ വരും? 14 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100. 0യും കട്ട് ചെയ്തു, 7 ഇൻറ്റു 5 വരും. 35% ആണ് രണ്ടാമത്തെ കേസിലെ ലാഭം. ചോദിച്ചേക്കുന്നത് പ്രോഫിറ്റ് ഓഫ് ദ റീറ്റെയിലർ വിത്ത് മെമ്പർഷിപ്സ് കാർഡ്. മെമ്പർഷിപ്പ് കാർഡ് ഉള്ളത് എത്രയാണ്? 35. ഇത് മെമ്പർഷിപ്പ് കാർഡ് ഇല്ലാത്തത് അത് 50 ആണ്. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്? 35 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100 എത്ര വരും? 70% ആണ് ആൻസർ വരിക. ഓപ്ഷൻ നമ്പർ 2. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 4 എക്സ്പ്രഷനിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? അപ്പോൾ ആദ്യത്തെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതെങ്ങനെ ചെയ്യേണ്ടത്? ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ്മാസ് റൂള് ഇതിൽ ബ്രാക്കറ്റും ഓക്കെ. ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, ഡി എന്ന് പറഞ്ഞ ഡിവിഷൻ, എം മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ. ആദ്യം എന്ത് ചെയ്യുക? 8 ഇൻറ്റു 3 ആദ്യം ഇവിടെ പ്ലസ്സും ഉണ്ട് ഇൻറ്റു ഉണ്ട്. അപ്പോൾ ആദ്യം പ്രിയോറിറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 8 ഇൻറ്റു 3 24 പ്ലസ് 63 ഡിവൈഡ് ബൈ 9 7 മൈനസ് 6 എത്രയാണ്? 25 വരും. രണ്ടാമത്തത് 42 ബൈ 6 42 ബൈ 6 എത്രയാണ്? 7 പ്ലസ് 2 ഇൻറ്റു 5 ബ്രാക്കറ്റിലത് ആദ്യം ചെയ്യണം. ഇൻറ്റു 1 ആണ്. 10 ഇൻറ്റു 1 10 തന്നെ ആയതുകൊണ്ട് വേറെ ഒന്നും എഴുതുന്നില്ല. പ്ലസ് 9 ഇത് എത്രയാണ്? 17 26. മൂന്നാമത്തതോ 9 ഇൻറ്റു 4 36 ആണ്. പ്ലസ് 12 പ്ലസ് 2 14 മൈനസ് ഇവിടെ ആദ്യം എന്ത് ചെയ്യാം? ഇതിന് മൈനസ് 30 ചെയ്തിട്ട് അതിനെല്ലാം നമ്മൾ ഡിവൈഡ് ബൈ 3 ചെയ്യേണ്ടത്. ആദ്യം ഡിവിഷനാണ് പ്രിയോറിറ്റി കൂടുതൽ. അപ്പോൾ നമ്മൾ 30/3 ആദ്യം ചെയ്തിട്ട് അതാണ് ഈ ആൻസർ എന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 30/3 എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇത് എത്ര ആൻസർ വന്നു? 40 ആൻസർ കിട്ടി. 40. ഇനി നാലാമത്തത്. അപ്പോൾ ഇത് 3 ശരിയായി. അപ്പോൾ എന്തായാലും ആൻസർ ഏതായിരിക്കും? ആൻസർ ഇതായിരിക്കും. ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. 2 trains starting at the same time from 2 stations 100 km apart are traveling towards each other and they cross each other at a distance of 70 km from one of the station. What is the ratio of their speed? 2 trains ഉണ്ട്, 100 km ദൂരം. അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 km ആണ്. ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് രണ്ടുപേരും 2 എൻഡിൽ നിന്നിട്ട് ഇവരിങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് 70 km ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ 2 ട്രെയിൻ ഇവിടെ നിൽക്കുകയെന്ന് കരുതുക. ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ 100 km ആണ്. ഇത് ട്രെയിൻ എ, ഇത് ട്രെയിൻ ബി. ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇത് ട്രാവൽ ചെയ്തിട്ട് ഒരു ഈ പോയിന്റിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 70 km ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേത് എത്രയായിരിക്കും? 30 km. അപ്പോഴല്ലേ ടോട്ടൽ 100 ആവാം. ഓക്കെ ആണല്ലോ? ഇവർ ഒരേ സമയം കൊണ്ടല്ലേ സഞ്ചരിക്കുന്നത്. ഒരാൾക്ക് സ്പീഡ് കുറവായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സമയം എന്താണ്? സെയിം ആണ്. ഒരു സെയിം സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം ഇവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ S1/S2 ഈക്വൽ ടു
d1/d2. d1/d2 എത്രയാണ്? എ എന്ന് പറയുന്ന ട്രെയിൻ 70 കിലോമീറ്ററാണ് സഞ്ചരിച്ചേക്കുന്നത്. ബിയോ ബി 30 കിലോമീറ്ററാണ് സഞ്ചരിച്ചേക്കുന്നത്. അപ്പോൾ d1/d2ൻ്റെ റേഷ്യോ എത്ര വന്നു? 7:3. 7:3. d1/d2ൻ്റെ റേഷ്യോ അല്ലേ s1/s2. ഇപ്പോൾ ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ 7:3. ഓപ്ഷൻ നമ്പർ 3 ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. Samantha takes 3 hours to travel from place X to place Y at a speed of 75 miles per hour. She takes 2 hours to travel from place Y to Z with 30% increased speed. Find her average speed during the entire journey. Samantha X to Y ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറാണ് എടുത്തത്. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 75 മൈൽസ് പെർ അവർ ആണ്. ഇനി Y to Z ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ എടുത്തത്. പക്ഷേ സ്പീഡ് എങ്ങനെയാണ്? ആദ്യത്തെ സ്പീഡ് എത്രയായിരുന്നു? അതായത് ആദ്യത്തെ സ്പീഡ് 75 മൈൽസ് പെർ അവർ ആണ്. അതിനേക്കാളും 30% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എത്രയാണ്? എന്താണ് ഇക്വേഷൻ? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് സമയവും ദൂരം സമയം സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര വരും? d1 = 75 × 3 225 ആണ് ആദ്യത്തെ കേസിലെ ദൂരം. ഇനി രണ്ടാമത്തെ കേസിലെ സ്പീഡ് കാണണമല്ലോ. സ്പീഡ് ആദ്യത്തെ സ്പീഡിൻ്റെ 30% കൂടുതലാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 30%നെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 3/10 എന്നാണ് വരിക. അപ്പോൾ 30% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻറ്റു 13/10. അതായത് ഇൻക്രീസ് ആയതുകൊണ്ട് ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 13 വരും. അപ്പോൾ 13/10 ചെയ്ത് കഴിഞ്ഞാൽ 75ൻ്റെ 30% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇനി 30% ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമായിരുന്നു? 10ൽ നിന്ന് 3 കുറയ്ക്കുക. ഫ്രാക്ഷൻ ആക്കി എഴുതിയിട്ട് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറയ്ക്കുക. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 75ൽ നിന്ന് 30% കുറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. നമുക്കിവിടെ 30% ഇൻക്രീസ് ആണ്. അപ്പോൾ 13 × 10 ചെയ്താൽ മതി. അപ്പോൾ സ്പീഡായി. ടൈം എത്രയാണ്? 2 hours. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയായി? സ്പീഡ് ഇൻറ്റു ടൈം 75 × 13 × 2 / 10. 5 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 2 15 2 2 കട്ട് ചെയ്തു. 15 × 13 എത്രയാണ്? 195. 2 ഡിസ്റ്റൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു 225 + 195 ഡിവൈഡഡ് ബൈ സമയം എത്രയാണ്? 3ഉം 2ഉം. അപ്പോൾ ടോട്ടൽ 5 ആണ് വരിക. എത്ര വരും? 10. 120 ഡിവൈഡഡ് ബൈ 5 84 മൈൽസ് പെർ അവർ. ഓപ്ഷൻ നമ്പർ 3. ക്ലിയർ ആണല്ലോ. അടുത്തത് Mohan and Sohan started running from the points P and Q at the same time towards each other. The speed of Mohan and Sohan are 24 km/h and 18 km/h respectively. If they meet after 10 minutes, then what is the distance between P and Q? മോഹനും സോഹനും കൂടിയിട്ട് 2 പോയിന്റ് പിയും ക്യൂന്ന് ഓപ്പോസിറ്റ് ഡിറക്ഷൻ, അതായത് പിന്ന് ഒരാൾ വരുന്നു ക്യൂന്ന് ഒരാൾ വരുന്നു, അങ്ങനെയാണ് ഇവർ റൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവർക്ക് മീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 10 മിനിറ്റ് ആണ്. രണ്ടൊരു സ്പീഡ് തന്നിട്ടുണ്ട് 24ഉം 18ഉം. അങ്ങനെയാണെങ്കിൽ ഈ പിൻ്റെയും ക്യൂവിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് പിയും ക്യൂ എന്ന് വിചാരിക്കുക. മോഹൻ ഇങ്ങോട്ടേക്ക് പോകുന്നു, സോഹൻ തിരിച്ച് ഈ ഡിറക്ഷനിലേക്ക് വരുന്നു. 24 km/h സ്പീഡും 18 km/h സ്പീഡും. അപ്പോൾ ഇവരുടെ ഇടയിൽ ഇവർ കണ്ടുമുട്ടാനുള്ള ടൈം, അതായത് 10 മിനിറ്റ് നമ്മൾ എങ്ങനെയായിരുന്നു കാണുന്നത്? ടൈം ഇസ് ഈക്വൽ ടു ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ് അല്ലേ. അപ്പോൾ 10 നമുക്ക് മിനിറ്റിലാണ് നിൽക്കുന്നത്, ബാക്കിയെല്ലാം കിലോമീറ്ററിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവരിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 60 ചെയ്യുക. ഈക്വൽ ടു ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് എങ്ങനെ വരും? 2 സ്പീഡിൻ്റെയും സം വരും. ഇപ്പോൾ 24 + 18 എത്രയാണ്? 42. 0യും 0യും കട്ട് ചെയ്തു. D is equal to 42/6 7 കിലോമീറ്റർ. അപ്പോൾ 7 കിലോമീറ്ററാണ് പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിലുള്ള ദൂരം. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസത്തിലേക്ക് പോകാം. A dealer professes to sell his goods at cost price. If by using false weight he gains 5/19%, then find the error in weight of 1 kg. ഒരാൾ
ഡീലർ കോസ്റ്റ് പ്രൈസിലാണ് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. പക്ഷേ ആ വെയിങ് മെഷീനിൽ ഫോൾട്ടി വെയിങ് മെഷീൻ ആയതുകൊണ്ട് 5/19% പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 kg വരുന്ന എറർ അല്ലെങ്കിൽ 1 kg എന്ന് പറഞ്ഞിട്ട് വിൽക്കുമ്പോൾ എത്ര ഗ്രാമാണ് കുറവ് വരുന്നത് ഇതാണ് കാണേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യാം, 5/19%നെ ഫ്രാക്ഷനാക്കി എഴുതാം. എത്ര വരും, 5 × 19 95 95 + 5 100. അപ്പോൾ 100/9/100 എത്രയാണ്, 1/19 ആണ് എന്ത് വരുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ വരുന്നത്. പ്രോഫിറ്റ് നമ്മൾ ഫ്രാക്ഷനാക്കി എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുള്ളത്, ഡിനോമിനേറ്ററിനെ കോസ്റ്റ് പ്രൈസാക്കി എടുക്കുക 19. സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യുക, ഇവിടെ ലാഭമാണെന്ന് പറഞ്ഞുകൊണ്ട് 19 + 1 ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ എത്ര വന്നു, 20 വന്നു. ഇദ്ദേഹം 1 kg അതായത് 1000 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ പൈസ കിട്ടുമ്പോൾ എന്ത് തന്നെ കിട്ടും, 1000 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈസ ആയിരിക്കും കസ്റ്റമർ കൊടുക്കേണ്ടി വരിക അല്ലേ. 20 × 50 ചെയ്ത് കഴിഞ്ഞാൽ 1000 ആയില്ലേ. അപ്പോൾ ഇവിടെ 50 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, 50 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വന്നു, 950. അപ്പോൾ 950 ഗ്രാമാണ് 1000 ഗ്രാമാണ് അല്ലെങ്കിൽ 1 kg എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. അപ്പോൾ എത്രേൻ്റെ കുറവ് വരുന്നുണ്ട്, 50 ഗ്രാമിൻ്റെ കുറവ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ 19 × 50 ചെയ്യണമെന്നില്ല, ഇവിടെ നോക്കുമ്പോൾ 1 യൂണിറ്റിൻ്റെ കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ × 50 ചെയ്തപ്പോഴാണ് 1000 വന്നത്. അപ്പോൾ ഈ 1ലും എന്ത് ചെയ്യുക, 50 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര ആൻസർ വന്നു, 50 ഗ്രാം. ഇപ്പോൾ 1 kg വരുന്ന എറർ എന്ന് പറയുന്നത് 50 ഗ്രാമാണ് അല്ലെങ്കിൽ 50 ഗ്രാം കുറച്ചിട്ടാണ് ഇദ്ദേഹം വിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 cubes each of side 5 cm are joined end to end. What is the total surface area of the resulting cuboid? 3 ക്യൂബ് 5 cm വരുന്നത് കൂട്ടി വെച്ചിട്ട് ക്യൂബോയിഡ് ആക്കിയേക്കാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഏകദേശം വരിക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ഇത് ലെങ്ത് ആണെങ്കിൽ ഇത് 5, ബ്രെഡ്ത്ത് 5, ഹൈറ്റ് 5. നമ്മളത് കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ എന്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ, ലെങ്ത്തിൽ മാത്രമല്ലേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ 5 ഇവിടെ 5 ടോട്ടൽ എത്രയായി, 15. ഈ ടോട്ടൽ ക്യൂബോയിഡിൻ്റെ ആണെങ്കിലും എന്താണ് ഹൈറ്റും ബ്രെഡ്ത്തും എത്ര തന്നെയാണ്, 5 തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഏരിയ കാണേണ്ടത്, ഏരിയ ഇസ് ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 2 × L × B + B × H + L × H ഈക്വൽ ടു 2 × ലെങ്ത് എത്രയായി, 15 ആയി. 15 × 5 75 പ്ലസ് B × H 5 × 5 25. എഗെയിൻ L × H, L എത്രയാണ് 15, ഹൈറ്റ് 5 15 × 5 75. എത്ര വന്നു, 2 × 175 വന്നു. അപ്പോൾ 350 ഇതാണ് ഓപ്ഷൻ നമ്പർ 3 ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയായിരുന്നു ഈ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.